ചെമ്മണ്ണൂർ ഗ്രൂപ്പിലേക്ക് തന്റെ മരുമകനെ കൈപ്പിടിച്ചുയർത്തി ബോബി ചെമ്മണ്ണൂർ. മകൾ അന്നയുടെ ഭർത്താവ് സാം സിബിനെയാണ് ചെമ്മണ്ണൂരിന്റെ അമരത്തേക്ക് ബോച്ചെ കൂട്ടിക്കൊണ്ടുവന്നത്. ഇക്കഴിഞ്ഞ ദിവസം കോഴിക്കോട് വെച്ചാണ് പരസ്യ പ്രഖ്യാപനം നടന്നത്. മൊണാലിസ പോസ്റ്റിലെ ഭാഗമായ ചടങ്ങിൽ സംബന്ധിക്കവേ ആയിരുന്നു പരസ്യ പ്രഖ്യാപനം. സാം ഒരു നടനും സംവിധായകനും പൈലറ്റുമാണ്. അന്ന എന്ന ഏക മകൾ ആണ് ബോച്ചയ്ക്ക്. കോവിഡ് കാലത്തായിരുന്നു അന്നയുടെയും സാമിന്റെയും വിവാഹം നടന്നത്. പ്രണയത്തിലൂടെയാണ് ഇരുവരും ഒന്നായത്. മകളുടെ ആഗ്രഹത്തിന് ഒപ്പം നിൽക്കുകയായിരുന്നു ബോച്ചെ. ചെമ്മണ്ണൂർ മൊണാലിസ ഡയമണ്ട് ലോഞ്ചിന്റെ ഇടയിലാണ് ബോച്ചെ തന്റെ നിർണായക നീക്കം അറിയിച്ചത്. ഇത് സാം എന്റെ മരുമകനാണ്. ആള് പൈലറ്റാണ്. അഭിനയവും സംവിധാനവും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഞങ്ങൾ പിടിച്ച് ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. ബിസിനസ്സിൽ നമ്മളെ സഹായിച്ചുകൊണ്ട് ഒപ്പമുണ്ട് എന്നും ബോച്ചെ പറഞ്ഞു. നേരിയ ചമ്മലോടെയാണ് ഹലോ എന്ന് സാം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കുറച്ചു കാലമായി സാം നമുക്കൊപ്പമുണ്ട്. എല്ലാം പഠിച്ചു വരുന്നു എന്നും ബോച്ചെ പറഞ്ഞു. ചെമ്മണ്ണൂർ ഗ്രൂപ്പിന്റെ തലമുറ കൈമാറ്റത്തെ ആണോ ബോച്ചയുടെ ഈ നീക്കം എന്നാണ് അദ്ദേഹത്തിന്റെ വെൽ വിഷേഴ്സ് ഉറ്റുനോക്കുന്നത്. ന്യൂ ജനറേഷൻ വിവാഹം നടത്തി കോടികൾ പൊടിക്കുന്ന ചിലർക്കുള്ള മാതൃകയായിരുന്നു സ്വർണ്ണ വ്യാപാരി കൂടിയായ ബോബി ചെമ്മണ്ണൂരിന്റെ മകളുടെ വിവാഹം. ഏറ്റവും ലളിതമാക്കി മാധ്യമ ശ്രദ്ധ ഒന്നും നൽകാതെ നടത്തിയ വിവാഹത്തിന്റെ വിശേഷങ്ങൾ ഏറെ വൈറലായിരുന്നു. ഒരു തരി പൊന്നില്ലാതെ ചെറിയൊരു നെക്ലസ് മാത്രം അണിഞ്ഞായിരുന്നു അന്ന വിവാഹത്തിനെത്തിയത്. ചെമ്മണ്ണൂരിലെ ചില പരസ്യ ചിത്രങ്ങൾ സംവിധാനം ചെയ്തും സാം തുടക്കകാലത്ത് ഗ്രൂപ്പിന്റെ ഭാഗമായിരുന്നു. പാലക്കാട് സ്വദേശിയാണ് സാം. സൗത്ത് ആഫ്രിക്കയിൽ പൈലറ്റ് പഠനം പൂർത്തിയാക്കിയ സാം സ്വകാര്യ എയർലൈൻസിൽ ജോലി ചെയ്തു വരികയായിരുന്നു. അതിനിടയിലാണ് ഇന്ത്യയിൽ പൈലറ്റ് പരീക്ഷ എഴുതാനായി നാട്ടിലേക്കെത്തിയതും സിനിമയിലേക്ക് എൻട്രി നേടിയതും. ഓർമ്മയിൽ ഒരു ശിശിരം എന്ന സിനിമയിലും പ്രധാന കഥാപാത്രമായി സാം അഭിനയിച്ചിരുന്നു. എബ്രാമീന്റെ സന്തതികൾ ഉൾപ്പെടെയുള്ള സിനിമകളിൽ കൂടി അവസരം ലഭിക്കുകയും ചെയ്തു. നീ തെർമ കഫേ എന്ന ആർട്ട് മൂവി പൂർത്തിയാക്കിയ സാം പക്ഷേ ഇനി ചെമ്മണ്ണൂരിന്റെ അമരക്കാരനായി തുടരും.